സോ ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു ക്രിസ്റ്റൽ. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്ററി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ഫോർ ഓൾ ജോയിൻ ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ലോഞ്ചിങ് വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ്. ക്രിസ്റ്റലിന്റെ കുറച്ച് എഫേർട്ടിന്റെ ഭാഗമായിട്ട് എന്റെയും ഒരു എഫേർട്ട്, അതുപോലെ ബാക്കിയുള്ള ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് എല്ലാത്തിലും ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബുക്ക് ലോഞ്ചിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലോഞ്ച് ടുഡേ. ഇന്നൊരു വിർച്വൽ ലോഞ്ചിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിർച്വൽ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന കോണ്ടന്റുകളും ഒന്ന് ബ്രീഫായിട്ട് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നതോടുകൂടി തന്നെ അത് വിർച്വൽ ലോഞ്ചിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഓൾ മൈ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, എവറി പീപ്പിൾ ഫോർ ജോയിൻ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം, ഇൻക്ലൂഡിംഗ് ദ സ്റ്റാഫ് ഓഫ് ക്രിസ്റ്റൽ. ഞാൻ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലോട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈക്ക് ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുന്ന രൂപത്തിലോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് വരുന്നത്. സോ യു ആർ ഹാവിംഗ് 3 വോളിയൂംസ്. ഫസ്റ്റ് ഓഫ് ഓൾ 3 വോളിയം ആണ് പുസ്തകം വരുന്നത്. ഒന്നാമത്തെ വോളിയം എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യയാണ്. ആസ് യു ക്യാൻ സീ ഹിയർ, ഇവിടെ കണ്ടില്ലേ, ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഒരു ബുക്ക് ആയിട്ടാണ് വരുന്നത്. അതില് 16 ചാപ്റ്റേഴ്സ് വരുന്നത്, 17 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നോക്കിയേ, ഒന്നാമത്തത് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബേസിക് ലേണിംഗിന്റെ ഒരു ചാപ്റ്റർ ആണ്. കൊണ്ടുതന്നെ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ സ്റ്റോൺ ഏജ്, കാൽക്കുലിതിക് കൾച്ചർ, ഇൻഡസ് സിവിലൈസേഷൻ, വേദിക് കൾച്ചർ, മെഗാലിതിക്, മഹാജനപദാസ്, ഫോറിൻ ഇൻവേഷൻസ്, റിനൻസിയേറ്ററി ട്രഡീഷൻസ്, ബുദ്ധിസം, ജൈനിസം, മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ പീരിയഡ്, സംഘം ഇറ, ഗുപ്ത വകടക പീരിയഡ്, പോസ്റ്റ് ഗുപ്ത. ആൻഡ് നോട്ട് ദി 17th ചാപ്റ്റർ, എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്സ്. ഇതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നമ്പർ 1. അതായത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിലെല്ലാം അവസാനം എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു എലമെന്റ് കാണാൻ വേണ്ടി പറ്റും. ഏൻഷ്യന്റ് കഴിഞ്ഞിട്ട് ഞാൻ മിഡീവൽ മോഡേൺ കാണിച്ചു തരാം. അതിൽ തന്നെ സോഴ്സസ് കണ്ടോ, നിങ്ങൾ വളരെ പോയിന്റ് വൈസ് ആയിട്ടാണ് ഈ പുസ്തകങ്ങളെല്ലാം ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാം. സാധാരണ രീതിയിൽ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളുടെ ഒരു ലിമിറ്റേഷനും അത് തന്നെയാണ്. വലിയ വലിയ പാരഗ്രാഫുകളിൽ മാത്രം അത് ഒതുങ്ങി പോകാറുണ്ട്. സോ ഇയർ വി ആർ ഹാവിംഗ് പോയിന്റ് വൈസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതേ സമയത്ത് രണ്ടാമത്തെ ചാപ്റ്റർ മുതൽക്ക് ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജുകൾ, നിങ്ങൾ ഈ ബുക്കിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കൂടെ കാണും. അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെന്ന് വിചാരിക്കും. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. ആൻഡ് യു ആർ ഹാവിംഗ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമിനേഷൻ ഇൻ ദ ടേബിൾ ഫോർമാറ്റ് ആൻഡ് അലോങ് വിത്ത് സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് പിക്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് സെൽഫ് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പിക്ടോറിക് റെപ്രസെന്റേഷൻ ഉണ്ട്. പ്ലസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ പ്രത്യേകത, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക് പറഞ്ഞ യൂണിറ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടി ഒരുപാട് കമ്പാരിസൺ ടേബിൾസ് ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, റേഡിയോ കാർബൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ ഇവിടെ പഠിച്ചു, ഡെൻഡ്രോക്രോണോളജി ഇവിടെ പഠിച്ചു. അതിന് പുറമെ നിങ്ങൾക്ക് അഗൈൻ ദേ ആർ ഗോയിങ് ടു ലേൺ വിത്ത് സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പാരിസൺ, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. അപ്പം പഠിച്ചതിന് പുറമെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ടേബിൾ, രണ്ടാമത്തെ പ്രത്യേകതയാണ്. ഒബ്വിയസ്ലി പഠനം എളുപ്പമാക്കാൻ വേണ്ടി കുറച്ചുകൂടെ പിക്ടോറിക് റെപ്രസെന്റേഷനും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾക്ക് എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്ററിലും യൂണിറ്റിലും അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അകത്തുള്ള സബ് യൂണിറ്റുകളും സബ് ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാറ്റ് ഈസ് വൺ തിങ് കോൾഡ് ആസ് എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓരോ യൂണിറ്റ് ഇങ്ങനെ കവറപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് യു ആർ ഹാവിംഗ് സംതിങ് കോൾഡ് ആസ്, ദിസ് ഈസ് സംതിങ് ബേസിക്കലി ഫ്രം ഏൻഷ്യന്റ് ഇന്ത്യ, നോട്ട് ഫ്രം ഉപീന്ദർ സിംഗിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഇവിടെ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ടാബുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന 17 ചാപ്റ്റർ ഫ്രം ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രാഫി, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എലമെന്റ് കാണാൻ പറ്റും. ദിസ് ഇസ് എ തേർഡ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തിട്ടുണ്ടോ, അതിന് തൊട്ട് താഴെയുള്ള കോണ്ടന്റ്സ് എക്സാമിന് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ ആർക്കിയോളജിസ്റ്റ് പഠിക്കണം. അപ്പൊ ആരാണ് റോബർട്ട് ബ്രൂസ് ഫുഡ്, അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, എപ്പോഴാണ്, എവിടുന്നാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതും ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ പിക്ടോറിക് റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. ഇടയ്ക്ക് ഏൻഷ്യൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് കുറച്ച് ടാസ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പഠനം ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആകാൻ വേണ്ടി. ആൻഡ് ഹൈ ക്വാളിറ്റി പിക്ചേഴ്സും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പൊ ഏൻഷ്യന്റിന്റെ ഒരു ബ്രീഫ് ഐഡിയ ഞാൻ കാണിച്ചു തന്നു. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പിക്ചറും ടേബിൾസും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്ന് എങ്കിൽ.
ഇനി മിഡീവലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, മിഡീവലും ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് പറയുന്നതിന്റെ കൂട്ടത്തിൽ നോക്കിക്കേ, ഏർലി മിഡീവൽ ഇന്ത്യ മാത്രം ഒരു 5 യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ടർക്കിഷ് ഇൻവേഷൻ, ഡൽഹി സൽത്തനറ്റ്, ഇങ്ങനെ കാശ്മീർ ഹിസ്റ്ററി നോട്ട് ഇൻ യുവർ സിലബസ് ആക്ച്വലി, അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ ഇല്ല യഥാർത്ഥത്തിൽ, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. ദെൻ എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓരോ ഡൈനാസ്റ്റിയും വളരെ ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപകരിക്കുന്ന രൂപത്തിലോട്ടുള്ള ക്രൊണോളജി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ക്രൊണോളജി എപ്പോഴും ക്വസ്റ്റ്യന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, കാര്യങ്ങൾ, മാപ്പ് എല്ലാം ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇത് വരുന്നത്. ആൻഷ്യന്റ് ഇന്ത്യ മാത്രം അറൌണ്ട് 233 പേജസ് വരുന്നുണ്ട്. മിഡീവൽ ഇന്ത്യ ഒരു 280 പേജസ് വരുന്നുണ്ട്. മോഡേൺ ഇന്ത്യയും ഹിസ്റ്റോറിയോഗ്രാഫിയും 432 പേജ് വരുന്നുണ്ട്. മോഡേൺ ഇന്ത്യയുടെ ഒരു ചാപ്റ്റർ ആണ് വരുന്നത്. മോഡേൺ ഇന്ത്യ മാത്രം നിങ്ങൾ നോക്കിക്കേ, 24 യൂണിറ്റ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ദ എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്സ്. അപ്പൊ യഥാക്രമത്തിൽ ഇത് വൃത്തിക്ക് പഠിച്ചാൽ മതി. എവറിത്തിങ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ സിലബസ് ആൻഡ് ഈവൻ ബിയോണ്ട് ദ സിലബസ്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ സോഴ്സസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ടോ, എക്സാം സ്പെസിഫിക്കിന്റെ എലമെന്റ് അവിടെ വീണ്ടും കയറി വരുന്നു. വാട്ട് ഈസ് ദിസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈവൻ മോർ അബൌട്ട് ഡോക്ടർ അലക്സാണ്ടർ കണ്ണിങ്ഹാം, പുള്ളിക്കാരൻ എവിടെ ജനിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ വരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മളുടെ ഈ ഒരു 3 വോള്യത്തിൽ അടങ്ങുന്ന പുസ്തകം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളോടും ഈ ബുക്കിന്റെ ലോഞ്ചിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാർക്കും ഇതിന്റെ റെലവൻസ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും പല രീതിയിൽ അല്ലെങ്കിൽ ചില ബേസിക് ബുക്കുകൾ, NCERT ഒക്കെ ലിമിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. യു ആർ ഹാവിംഗ് വൺ സിംഗിൾ സോഴ്സ് ഹിയർ. നിങ്ങൾക്ക് ഒരൊറ്റ സോഴ്സ് വെച്ചിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ എവറി പോയിന്റ്സ് ആർ റിലേറ്റഡ് ഹിയർ, ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കുന്ന ഭാഗങ്ങൾ സെപ്പറേറ്റ് യൂണിറ്റ് ആക്കാനും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ അവിടെ ജസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരെ ഒരു സെപ്പറേറ്റ് യൂണിറ്റിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇനി എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, ദെൻ ഡിഫറെന്റ് ഡൽഹി ദർബാറുകൾ, മേജർ ഫാമിൻ കമ്മീഷൻസ് ഇൻ ഇന്ത്യ, ഇതൊക്കെ മോഡേൺ ഇന്ത്യയിൽ വളരെ റെലവെന്റ് ടോപ്പിക്കാവും. മേജർ സിവിൽ സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ. അപ്പൊ കമ്മീഷൻ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ മോഡേൺ ഇന്ത്യയിൽ നിന്ന് തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ജമ്പിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിനിമ. സിലബസിലില്ല, പക്ഷെ നമുക്കിത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യൻ സിനിമയുടെ ഒറിജിൻ, അതിന്റെ ഓരോ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം അതിന്റെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ടൈം ലൈൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ സിനിമ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിസോഴ്സ് ആയിട്ടാണ് ഈ പുസ്തകം മാറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു ബ്രീഫ് ഐഡിയ. ആൻഡ് യു ആർ ഹാവിംഗ് അനദർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പുസ്തകത്തിൽ തന്നെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ സിലബസ് ഇതാണ്. അതിനെ ടോട്ടലി 5 യൂണിറ്റ് ആക്കി തിരിച്ചിട്ടുണ്ടെങ്കിലും 5ാമത്തെ യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിന്റെ ഫീച്ചേഴ്സ് അവസാനിപ്പിക്കുകയാണ്. 5ാമത്തെ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സാം സ്പെസിഫിക് റിവിഷൻ. ഈ ഹിസ്റ്റോറിയോഗ്രാഫി പല രീതിയിൽ നമുക്ക് പഠിക്കാം. അതിൽ ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ എക്സാം സ്പെസിഫിക് റിവിഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഫുള്ളും ഒരു PYQ അനാലിസിസിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കിക്കേ, എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ PYQ അനാലിസിസ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേഴ്സണാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ PYQ ചോദിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പേരുകൾ നോക്കിക്കേ, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഫ്ലാവിയസ്, ബ്ലാൻഡസ്, സക്സസ്, ജൂലിയസ് നോക്കിക്കേ, ആഫ്രിക്കാനസ്, യൂസബീസ് പാംഫിലസ്, സെന്റ് ജൊറോം, സെന്റ് അഗസ്റ്റിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ അകത്ത് അവരുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ PYQ ചോദിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ പിന്നീടും ഓപ്ഷൻസിൽ കയറി വരും എന്നുള്ളത് കൊണ്ടാണ്. സോ ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് ഓരോ ടെർമിനോളജിയും കോൺസെപ്റ്റും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്ന് ഏപ്രിൽ 10-ന് ഈ പുസ്തകത്തിന്റെ ഒരു ഫൈനൽ കംപ്ലീറ്റ് വേർഷൻ നിങ്ങളുടെ മുമ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് അവർ ബുക്ക്. ഇത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെലിവറി ലഭ്യമാക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ട ആൾക്കാരോ ഉണ്ടാകും. നെറ്റ് എക്സാമിനേഷൻ നിങ്ങളുടെ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ഗൈഡ് ആയിട്ട് ഇത് മാറാണ്. ഇത് നെറ്റ് എക്സാമിനേഷൻ മാത്രമല്ല, ഹിസ്റ്ററി ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചവരായിരിക്കും നിങ്ങളിൽ പലരും. നിങ്ങളുടെ PG, അതുപോലെ നിങ്ങൾ ഇനിയിപ്പോൾ PhD ചെയ്യുകയാണ് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലോട്ട് വരികയാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ സിംഗിൾ റിസോഴ്സ് കവറിങ് എവറി ഏരിയ ഓഫ് ദ ഹിസ്റ്ററി.
അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ആ പുസ്തകത്തിന്റെ ഇൻഡെക്സ് എടുത്ത് നോക്കുന്ന സമയത്തും അതിന്റെ അകത്തോടെ പോകുന്ന സമയത്തും പോയിന്റ് വൈസ് ആയിട്ട് സെൽഫ് എക്സ്പ്ലനേറ്ററി മോഡലോട്ട് പിക്ചേഴ്സ് ആഡ് ചെയ്ത്, ടേബിൾസ് ആഡ് ചെയ്ത്, എക്സാം സ്പെസിഫിക് ആഡ് ചെയ്ത്, ചില ഭാഗങ്ങളിൽ ടാസ്കുകൾ വരെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇതാണ് പുസ്തകം, ഇതാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങളോ നിങ്ങളിൽ ഫ്രണ്ട്സിൽപ്പെട്ട ആരെങ്കിലും ഈ പുസ്തകം സീക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലും ഈവൻ വി ആർ ഹാവിംഗ് സം സ്റ്റുഡൻസ് ഫ്രം ഔട്ട് ഓഫ് ഇന്ത്യ, സോറി ഔട്ട് ഓഫ് കേരള, കേരളത്തിൽ നിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വരെ നമ്മൾ ഇത് ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയാണ്. അപ്പൊ പുസ്തകം സീക്ക് ചെയ്യാൻ വേണ്ടി ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്.